ബി മാജിക്കിന്റെ 2276 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവർ തൊട്ടു നീ തലോടി എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ഓസ്റ്റിൻ സാറാണ്. വെൽക്കം ഓസ്റ്റിൻ സാർ. താങ്ക് യു സോ മച്ച് ശ്രീഷ്മ. താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണം മൂഡിലേക്ക് ആയോ? കുറച്ചു പേരൊക്കെ ആയോ? അതുകൊണ്ട് ആൾക്കാർ കുറവാണല്ലോ. 5-8 പേര് മുങ്ങിന്ന് തോന്നുന്നു ഓണമായിട്ട്. എന്തായി നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പാട്ടൊക്കെ പാടിയോ? പൊളിച്ചില്ലേ? ഏതാ പൊരിച്ചുല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഉത്രാടാണോ അത് ഓണാണോ? നാളെ ഓണം. നാളെ ഓണം. ഇന്ന് ഉത്രാടാണോ? അത് ഒന്നാം ഓണം? ഉത്രാടം ഇന്നലെ ആയിരുന്നോ? ഇന്നാണ് സാറേ. ഉത്രാടം എന്ന് പറഞ്ഞാൽ ഇന്നാണല്ലേ? ഉത്രാടപ്പാച്ചിൽ ഇന്നാണ്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു. അതാണ് ആളുകളെ കാണാത്ത, എല്ലാരും പാച്ചിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആരാ ഇന്നൊരു ഓണപ്പാട്ട് പാടുന്നുണ്ട്? ആരെങ്കിലും രണ്ടുപേര് ക്ലാസ് തുടങ്ങാനായിട്ട് ഒരു മൂഡ് കിട്ടെ. മേഘയാണ് ഓണപ്പാട്ടിന്റെ ആള്. മേഘ രണ്ടുപേര് പാടും. തമ്പി പുന്നാരത്തമ്പി പൂക്കളൊക്കെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു ഓണം വന്ന് തൊട്ട് നമുക്കൊത്തുകൂടാലോ, ഓണസദ്യ ഉണ്ട് നമുക്ക് രസിച്ചിടാലോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അല്ലോ. ഞാനും പാടാറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. ലൈക് 4 വരി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണം സോറി ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാടാത്തതിന്റെ വിഷമം ഞാൻ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ഇവിടെ ഒന്ന് ആഘോഷിച്ചുള്ളത്. അടിപൊളി. ഞാൻ കണ്ടായിരുന്നു, കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിട്ടുണ്ട്. അടിപൊളി. അതാ പറഞ്ഞ, നമ്മളൊരു ക്ലാസ് എടുത്തിട്ടേ അത് ചെയ്ത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാവുക. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എല്ലാവരും വീട്ടിൽ പോയി അത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ എല്ലാ ട്രെയിനേഴ്സിനും അതെ ഒരു സന്തോഷമാണ്. ഇതൊക്കെ പറഞ്ഞു ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ള ഈ ബി മാജിക്കിൽ വന്നോണ്ട് ഇത് കേട്ട് പോയിട്ട് ഒരു പ്രയോജനം ഇല്ല. എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്യണം. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ചെയ്ത എല്ലാവർക്കും. ഞാൻ കണ്ടായിരുന്നു, എനിക്ക് റസാഖ് സാർ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു എല്ലാ ഫോട്ടോസും. അപ്പൊ താങ്ക് യു. ഇനിയും കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവ്സ് ഒക്കെ വരട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അയച്ചു. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അവർ തൊട്ടു നീ തലോടി. ഇതൊരു ഒരു പുസ്തകത്തിന്റെ പേരാണ് സത്യം പറഞ്ഞ. അതിന്റെ അദ്ദേഹം PM ഗഫൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയൊരു പുസ്തകമാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ സംസാരം എന്നൊക്കെ പറഞ്ഞ ഒരു കാറ്റ് ഇങ്ങനെ തഴുകി പോണ പോലെയാണ്. ഒരു ഇളം തെന്നല് നമ്മൾ എങ്ങനെ തഴുകി പോണ പോലത്തെ ഉള്ള ഒരു ക്ലാസ്സാണ്. നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുകയില്ല. അന്ന് ചെറിയൊരു ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സന്തോഷം വരുന്ന
ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറെ കഥകൾ പറയാറുണ്ട്, ക്ലാസ്സുകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്. ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് കഥകളുടെ സമാഹാരമാണ്. കഥകൾ എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഈ പുസ്തകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തൊട്ടു നീ തലോടി എന്ന് പറയുന്നത്. ഈ ബുക്കിന്റെ ഒരു ടൈറ്റിൽ തന്നെ വളരെ ഒരു മാന്ത്രികമായ ഒരു ടൈറ്റിലാണ്. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന ബുക്കിനെ പറ്റിയല്ല, ആ ബുക്കിൽ നിറയെ കുറെ നല്ല കഥകളുണ്ട്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ എവിടേക്കോ ഒരു നല്ല രീതിയിൽ തൊട്ട് തലോടി പോകുന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. ഞാൻ ഇതിനെ ഇതിനെ കുറിച്ചുള്ളൊരു പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, പലരും നമ്മളെ ജീവിതത്തെ തൊടുന്നുണ്ട്, പക്ഷെ തലോടിയവർ കുറവാണ്. നമ്മുടെ ജീവിതത്തില് ഞാൻ നിങ്ങളോട് ചോദിച്ചുകൂടെ, നിങ്ങൾ ഹൃദയപൂർവം അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാരാണ്, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ഒരാളാരാണ്? നിങ്ങൾക്കിപ്പോ പറയാൻ പറ്റുമോ? അതായത് അത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് അത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? അമ്മ പേരില്ലെങ്കിലും അമ്മ അമ്മ അമ്മ. ഓക്കെ, വെരി ഗുഡ് മേഘ. അമ്മ, ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും? വേറെ ആർക്കും അങ്ങനെ ഒരാളില്ലേ? അല്ല, ആലോചിച്ചോണ്ടിരിക്കാം. അതിപ്പോ എന്താ പറയാ, അമ്മനെയും അച്ഛനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് ഓൺലൈനിലെ റെക്കോർഡാണ്. അല്ല, അല്ലാതെ ഉള്ളവര് ടൈപ്പ് ചെയ്തോ, ചാറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ടെക്സ്റ്റ് ചെയ്തോ, അത് റെക്കോർഡ് ആവില്ലല്ലോ. ബാക്കി ആർക്കൊന്നും ഇല്ലേ? സ്നേഹിക്കുന്നവരാരും ഇല്ല? ഓക്കെ, സ്നേഹിക്കുന്നവരൊക്കെ സിസ്റ്റർ. ഉണ്ട് സാറ്. നമുക്ക് റസാഖ് സാറ് പറഞ്ഞതുപോലെ എല്ലാം ഒന്നും അങ്ങനെ വിളിച്ചു പറയാൻ വിളിച്ചറിയില്ല. ഓക്കെ ഷാമിലും, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അമ്മ, ഓക്കെ. സിസ്റ്റർ, വേറെ ആരാ? ടെക്സ്റ്റ് ചെയ്തോട്ടാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വെച്ചാല് ഒരു ഫ്രണ്ട് എന്നൊക്കെ എഴുതിയാലും മതി. അതായത് അങ്ങനെ എഴുതിയാലോ, പേര് പറയണ്ട. അതെ, സുഹൃത്ത് Anyone എന്ന് else? പറയാം. സുഹൃത്ത്. ഏത് സുഹൃത്തെന്ന് വ്യക്തമാക്കാൻ ഞാൻ മതി. അല്ല, അല്ലല്ല, ഞാൻ അതിനകത്തേക്ക് വരാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പാരന്റ്സ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരില്ലാതാണോ? ഞാൻ പറഞ്ഞ വെച്ചാല് ഇത് എന്തുകൊണ്ട് ഇവര് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി? ഓ, ഹസ്ബൻഡ് റോസ്ലിൻ. ഓക്കെ, വെരി ഗുഡ് റോസ്ലിൻ. എന്തുകൊണ്ട് ഇവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി എന്നുള്ളതിനൊരു ചോദ്യങ്ങൾ പലതും ഉണ്ട്. എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായത്? ആരെങ്കിലും ഒരാൾ പറയാമോ? അമ്മ എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ റോസ്ലിൻ, എന്തുകൊണ്ട് ഹസ്ബൻഡ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി എന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും പ്രിയപ്പെട്ടതായി പറയുന്നു, എന്റെ പറഞ്ഞോളൂ. വേദനകളിലെല്ലാം കൂട്ടായിട്ട് നിന്നു. പിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെരി ഗുഡ്. എല്ലാ കാര്യത്തിലും. ഓക്കെ, ഓക്കെ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ അമ്മ അല്ലെങ്കിൽ പാരന്റ്സ് എന്നൊക്കെ പറഞ്ഞത്. ഈ ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓ, മിഷബ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് മിഷബ്. നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. ബന്ധങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നതിനോളം സുഖമുള്ള ഒരു പരിപാടി ഈ ലോകത്ത് വേറെ എങ്ങുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളോട് ഞാൻ നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളും ഇഷ്ടപ്പെടുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാള് നമ്മളെ മുഖത്ത് നോക്കി നമുക്ക് ശല്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന ഒരാള് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാതെ അറിയൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, നമുക്ക് എത്ര ഡ്രഗ് അടിച്ചാലും എത്ര കള്ളു കുടിച്ചാലും അതല്ലെങ്കിൽ എത്ര വലിയ നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര കോടീശ്വരനായി കഴിഞ്ഞാലും കിട്ടാത്തൊരു സന്തോഷം നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ നമ്മളോട് ചേർത്ത് നിർത്താനായിട്ട് ഒരാളുള്ളപ്പോൾ അതിന് കിട്ടുന്ന ഒരു സുഖം വേറെ വേറെ ലെവലാണ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല ആളുകളും ജീവിതത്തിൽ പല രീതിയിൽ വിജയിച്ച ആൾക്കാരും അവസാനം ആത്മഹത്യയൊക്കെ ചെയ്തതിന്റെ കാരണം ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഈ പറഞ്ഞ സ്നേഹിക്കാനായിട്ട് ആരുമില്ലാതെ ആയി പോയി എന്നുള്ള ഒരു സംഭവമാണ് കൂടുതലും ആൾക്കാരും മരണത്തിലേക്ക് പോകുന്നത്. കടബാധ്യത കൊണ്ടൊക്കെ പ്രശ്നം വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ മരിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കി വെക്കോ, ഈ കടബാധ്യത വന്ന് കൂട്ടത്തോടെ മരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതല്ലാതെ ഒറ്റയ്ക്ക് മരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ഒരു സാഹചര്യത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിലേക്ക് വന്നു, ഇനി പ്രത്യേകിച്ച് കൂടെ നിർത്താനോ സ്നേഹിക്കാനോ ഒന്നും ആരുമില്ല എന്നുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള്
നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ സക്സസ് ഉണ്ടാക്കിയാലും നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഏറ്റവും ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്താണ്, എന്നെ സ്നേഹിക്കട്ടെ, തിരിച്ച് ഞാൻ തന്നെ സ്നേഹിക്കാം. ഇല്ലേ? വി നീഡ് ലവ് ഫസ്റ്റ്. നമുക്ക് കൺഫർമേഷൻ നമുക്ക് ആദ്യമായിട്ട് വേണം. എന്നെ സ്നേഹിക്കണമെന്ന് അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ സ്നേഹിക്കുന്നത്? പക്ഷെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നല്ല, സ്നേഹത്തിന്റെ അല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ സാധനത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് എന്നാണ്. കൊടുത്തിട്ടേ നമുക്ക് കിട്ടുള്ളൂ. പണമാണെങ്കിൽ പോലും നമ്മൾ പണത്തെക്കുറിച്ചൊക്കെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദാനം ചെയ്യണതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി, അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ കൊടുത്തു നോക്കിയേ, തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് കിട്ടാൻ വേണ്ടി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് നമ്മളൊരു ഒരു എന്താ പറയുക, അത് നമ്മളെ ഉപദ്രവിക്കുന്ന ഭാര്യയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാത്ത ഭർത്താവാണെങ്കിലും, നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ ഇൻലോസ് ആണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ സ്നേഹം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ അവരെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ ലൈഫ് ഭയങ്കര രസമായിരിക്കും. നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് തിരിച്ചൊന്നും കിട്ടിയില്ലല്ലോ, എന്നെ അവര് മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിലേക്ക് ഇത് പതിയെ പതിയെ വരും. ഞാൻ നിങ്ങളോട് അന്ന് പണത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ആ വിത്ത് നട്ട് അതൊന്ന് മുളച്ച് ഒന്ന് വലുതായി ഒരു ചെടിയാവാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ആളുകളെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, നിങ്ങളെ ഏത് സ്ഥലത്തും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ കൊണ്ടുനടക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ സ്നേഹിക്കണം എന്നുള്ള കാര്യം വളരെ മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിർത്തണം എന്നുള്ളൊരു കാര്യം മസ്റ്റാണ്. അത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ വിചാരിക്കും, ഓ ഞാൻ അവൾ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഞാൻ വലിയ എന്തോ കാര്യം ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം ഇങ്ങനെ നിറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ, അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വറ്റിപ്പോയി എന്നാണ്. കാര്യം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ പല റീസൺസ് പറയും. അവൾ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടല്ലേ, എന്റെ ഹസ്ബൻഡ് എന്നെ ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാത്ത, എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ സ്നേഹിക്കാത്ത, എന്നൊക്കെ നമ്മൾ ഒരുപാട് റീസൺസ് നമ്മൾ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം തീർന്നു പോയിന്നേ. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ കൊടുത്ത് തുടങ്ങുമ്പോഴാണ് ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പൊ അതിന് ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലവ് നീഡ്സ് ടൈം, നോട്ട് മണി. ആദ്യത്തെ കാര്യം ഇതാണ്. പണം, സ്നേഹത്തിന് വേണ്ടത് പണമല്ല, മറിച്ച് എന്താണ്, സമയമാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയോട് ഇപ്പം പല ആളുകളുടെയും ഏറ്റവും പ്രത്യേകിച്ച് ഭാര്യമാരൊക്കെ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ബർത്ത്ഡേ ആയിട്ട് ആ മനുഷ്യൻ ഓർത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ എന്റെ ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പുരുഷന്മാരോടാണ് പറയുന്നത്, ഒരു സ്ത്രീയെ സ്നേഹിക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവളുടെ റിക്വയർമെന്റ്സ് ഒക്കെ വളരെ ചെറുതാണ്. പക്ഷെ പലപ്പോഴും പല ഭർത്താക്കന്മാര് പരാതി പറയുന്നത്, അവൾക്ക് സാരി വേണം, അവളുടെ എക്സ്പെൻസീവ് സാധനങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മിക്കവാറും ആൾക്കാർ പരാതി പറയാറുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു പെൺകുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അവൾക്ക് വേണ്ടത് ഇത്ര വലിയ, അവൾ എത്ര ദാരിദ്ര്യത്തിലും അവള് ജീവിക്കും. ഒന്നുമില്ലെങ്കിലും അവള് പട്ടിണി കിടന്നിട്ടാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് കൊടുക്കണം. എന്താണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, എന്താണ്, കെയർ കൊടുക്കണം. നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റിയാണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ പകുതി ടെൻഷൻസ് ഒഴിവായി എന്നുള്ളതാണ്. പകുതി ടെൻഷൻ. ഇപ്പൊ നമ്മൾ എത്ര, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമായി ഉണ്ടാവും, അല്ലെങ്കിൽ 30 വർഷമായി ഉണ്ടാവും, 20 വർഷമായി ഉണ്ടാവും, ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റണം, എടി നിനക്ക് ഇന്നെന്ത് വയ്യേ, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവളുടെ ഡേറ്റ് ഒക്കെ ഒന്ന് എവിടെയെങ്കിലും ഓർത്തൊക്കെ വെച്ചിട്ട്, അവളുടെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചിട്ട്, ഞാൻ പറയണെങ്കിൽ നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു വജ്രമാലയും മേടിച്ചു കൊടുക്കണ്ട. നിങ്ങൾ ആ തൊടിയുന്ന ഒരു പൂവ് പൊട്ടിച്ചിട്ട് ആ ബർത്ത്ഡേ രാവിലെ അവള് സർപ്രൈസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ലവ് യു എന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചു നോക്കി, ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. അവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ജ്വല്ലറി പോയിട്ട് വലിയ സ്വർണ്ണമൊന്നും മേടിച്ചു കൊടുക്കണ്ട. നിങ്ങൾ അവർക്ക് സമയം കൊടുക്കാതെ, അവരുടെ അടുത്ത് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ, എത്ര ലക്ഷം രൂപയുടെ സമ്മാനം വാങ്ങിക്കൊടുത്താലും ആ സമയത്ത് കാണുമ്പോൾ ഒരു സർപ്രൈസും എക്സൈറ്റ്മെന്റും ഇല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല.
ബിക്കോസ് എവ്രി വൺ നീഡ്സ് ടൈം. നിങ്ങളുടെ മക്കളുടെ കേസിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്ത് കൊടുത്തിട്ടും അവൻ ചോദിക്കുന്ന ഓരോ സാധനങ്ങളും അവൻ ചോദിക്കുന്നതിന് മുമ്പ് അറിഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് നിങ്ങൾക്ക് 1% പോലും സ്നേഹം ഉണ്ടാവില്ല അൺടിൽ അൺലെസ് നിങ്ങൾ അവരെ തൊടുകയും തലോടുകയും അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. ചെറുപ്പം മുതലേ തുടങ്ങണം. നമ്മൾ വലിയ ആളായിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടല്ല, ഇപ്പോഴും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇന്നലെയല്ല, ഞായറാഴ്ച ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അമ്മയും മോനും, അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുള്ളൊരു അമ്മ, മോനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 15 മുതൽ ഒരു 17-18 വയസ്സിനുള്ളിലുള്ള പ്രായമുള്ള ഒരു പയ്യനുമാണ്. അപ്പൊ ഇവർക്ക് സീറ്റ് കിട്ടിയത് ഈ എയർ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും വെവ്വേറെ സ്ഥലത്താ സീറ്റ് കൊടുത്തത്. ഞാൻ ഞാൻ ഇവർ രണ്ടുപേരും നടുക്കിയിരിക്കുക, ഇവരുടെ ഹസ്ബൻഡ് അപ്പുറത്ത് അറ്റത്ത് മാറിയിരിക്കുക. ഒരേ ടിക്കറ്റിൽ ബുക്ക് ചെയ്ത ആൾക്കാരാണ്. ഞാനും എൻ്റെ സാറും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങള് ബോർഡിംഗ് പാസ് എടുത്ത സമയത്ത് സാറിന് മുമ്പത്തെ സീറ്റിൽ നടുക്ക്, എനിക്ക് ബാക്കിലെ സീറ്റിലാണ്. അപ്പൊ എയർ ഇന്ത്യ എന്തിനാണ് അവർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്ത് കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഏതെങ്കിലും ഒരു അറ്റത്ത് ഇരുന്നോളാം, നിങ്ങൾ ഒരുമിച്ചിരുന്നോ. വേണ്ട, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞു. അത് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യന്റെ അടുത്ത് അത് ചെയ്തു, ഇത് ചെയ്തു, നിനക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ചോദിക്കുന്നു. ചെക്കൻ എല്ലാത്തിനും ഭയങ്കര ദേഷ്യപ്പെട്ട മറുപടി പറയുന്നു. പക്ഷെ ഞാൻ നടുക്കാണല്ലോ ഇരിക്കണം. അപ്പൊ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഞാൻ ആ പയ്യനോട് ചോദിച്ചു, മോനൊന്ന് മാറി തരും, ഞാൻ പൊക്കോട്ടെ. എന്തും മര്യാദയില്ലെന്നറിയാം ആ പയ്യൻ എന്നോട് സംസാരിച്ചത്. ഈ അമ്മ എന്ത് ചോദിച്ചാൽ നോ, ഇംഗ്ലീഷിലാണ് അവര് ഹിന്ദി പിള്ളേരാണ്. ഈ അമ്മ കുറച്ചൊരു ഒതേറിറ്റീവ് അമ്മയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അമ്മ വളരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ പോയി പണി നോക്കാനാണ് പറയണത്. അതിന്റെ റീസൺ വെച്ചാൽ പുള്ളിക്കാരത്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിനക്ക് എന്താ ഭക്ഷണം വേണ്ടേ, നീ എന്താ കഴിച്ചില്ലേ, എന്നിട്ട് ഇവന് ഫുഡ് കൊടുത്തില്ല. കാര്യം പുള്ളിക്കാരത്തി ബുക്ക് ചെയ്തപ്പോൾ മറന്നുപോയതാന്ന് തോന്നുന്നു. കാര്യം ആ ഫ്ലൈറ്റിൽ നമ്മൾ ഫുഡ് പ്രീമിയർ ബുക്ക് ചെയ്യണം. അപ്പൊ ഇവനും ബുക്ക് ചെയ്തില്ല. അപ്പൊ എടുത്ത വഴി എന്താ കൊടുക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഈ തള്ള കിടന്ന് ഭയങ്കര ഒച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പയ്യനതൊന്നും മൈൻഡ് ചെയ്യില്ല, അവൻ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അത്രയും പ്രായമുള്ള ഒരു മോനെ അവള് കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്ന സമയത്ത് ഇറ്റ്സ് ടഫ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ ബുക്കിന്റെ ഒരു ടൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് അവർ തൊട്ടു നീ തലോടി എന്ന് പറയുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ സ്നേഹപ്രകടനങ്ങളിലെല്ലാം ടച്ചിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആളുകൾക്ക് മനസ്സിലാവൂല. നിങ്ങൾ നോക്കിയോ, എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ വൈഫിനെ ആണെങ്കിലും നമ്മുടെ മക്കളെ ആണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ, അവര് തമ്മിലുള്ള ബോണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, പല ആൾക്കാരും അമ്മ എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മേനെയാണ്. അമ്മേനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങളെ ടച്ച് ചെയ്തത് നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്, മുല തന്നത്, അതുപോലെ തന്നെ കുളിപ്പിക്കുമോ, അതല്ലെങ്കിൽ എന്ത് വരണമെങ്കിലും കെട്ടിപ്പിടിച്ചത്. ഒരു അച്ഛൻ ചിലപ്പോ ഇങ്ങനെ എന്താടി നിനക്ക് ആ വീട്ടിലേക്കുള്ള എല്ലാ സാധനം വാങ്ങിയതും, ആ വീട്ടിലേക്ക് ഈ അമ്മയ്ക്കും അച്ഛനുമുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യവും പണിയെടുത്ത് കൊണ്ടുവരുന്നതും അച്ഛനായിരിക്കാം. പക്ഷെ മിക്കവാറും എല്ലാ വീടുകളിലും എന്താണ്, അച്ഛന്മാര് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അമ്മമാരാണ് ഈ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ എത്ര പ്രായമായി കഴിഞ്ഞാൽ വാട മോനെ എന്നാണ് കൈമ പിടിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ ആരാണ്? ഏറ്റവും കൂടുതൽ അമ്മമാരാണ്. അപ്പന്മാർക്ക് ഈ ഒരു സാധ്യത ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലോടലിന്, നമ്മുടെ ടച്ചിന് ഒക്കെ വളരെ, അത് മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും, യുവർ ടച്ച് മീൻസ് എ ലോട്ട്. അപ്പൊ നമുക്കറിയില്ല ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കണമെന്ന് പറഞ്ഞോണ്ട്, പക്ഷെ ദർ വിൽ ബി ഒരു മാജിക്കൽ സംഭവം നമ്മുടെ ടച്ചിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അമേരിക്കയില് ഒരു കുട്ടി 2-2.5 വയസ്സായിട്ടും നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അതിനൊക്കെ അതിന് ഒരു ഡോക്ടേഴ്സ് പല മെഡിസിൻസും കൊടുത്തു, പല തെറാപ്പീസും കൊടുത്തു, ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പൊ ഇവര് ഒരു സാഹചര്യം ഡോക്ടേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഈ കുട്ടിയുടെ അമ്മ രാവിലെ ജോലിക്ക് പോകും. അപ്പൊ ആരും ആക്കിയിട്ടുണ്ട്, പക്ഷെ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. കുട്ടീനെ പ്രസവിച്ച് അതിൽ നിന്ന് തന്നെ ജോലിയുടെ പ്രഷർ കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഡോക്ടേഴ്സ് ഒരു കാര്യം അവരോട് സജസ്റ്റ് ചെയ്തു, നിങ്ങളൊരു ആയനെ നിർത്തണം. സെയിം ലൈക്ക് നിങ്ങളെ പോലെ കരുതാവുന്ന ഒരു ആയനെ. ഇപ്പൊ ഉള്ള ആയ പറ്റത്തില്ല, കാരണം ആയ ശരിയാവുന്നില്ല. അപ്പൊ നിങ്ങളൊരു ആയനെ നിർത്തിയിട്ട് ആ ആയ ഒരു അമ്മയെ പോലെ അവരെ
ടേക്ക് കെയർ ചെയ്യുക, എന്താ പറയുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ തലോടുക. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഈ ആയോട് ചെയ്യാൻ പറഞ്ഞു. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ ആ കുട്ടി നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ആ കുട്ടിയുടെ ബാക്കിയുള്ള എല്ലാ ഒരു വികാസം നടന്നു. സത്യത്തിൽ മരുന്നല്ല അവിടെ വർക്ക് ചെയ്ത്. ഈ ഒരു ആയ, ഈ ഒരു അമ്മയല്ലാത്ത ഈ ഒരു ആയ പകൽ സമയങ്ങളിൽ ആ കുട്ടീനെ ടച്ച് ചെയ്യാനും കെയർ ചെയ്യാനും തുടങ്ങിയ സമയത്ത് അവളുടെ ആ കുട്ടിയുടെ ഒരു ഫിസിക്കലി തന്നെ ദർ എ ലോട്ട് ഓഫ് ചേഞ്ചസ്. അപ്പൊ നമ്മളിപ്പോ ഈ വയസ്സായി കിടക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞു പോരാതെ നമ്മൾ അവരൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കുന്നു. ആ നിങ്ങളുടെ തലോടൽ, ഒരു ടച്ചൊക്കെ കിട്ടുമ്പോൾ അവരിലേക്ക് ഒരു 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 സ്പാർക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അങ്ങനെ ഒരു 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 എന്താ പറയാ, ഒരു വലിയൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മിണ്ടാത്തത് പോലും, ഇപ്പൊ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരാളെ ചെന്നിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കൈയൊന്ന് ചേർത്ത് പിടിച്ചു നോക്കി. ഇപ്പൊ ഒരു മരണ വീട്ടില് ഒരാളുടെ അമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി, അത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്കൊരു ഡയലോഗ് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു മറ്റേ നിങ്ങളുടെ കൊളീഗ് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ വെറുതെ അവരുടെ കൈ ഇങ്ങനെ പിടിച്ചൊന്ന് മുറുക്കി പിടിച്ചു നോക്കി. അപ്പൊ തന്നെ അവരുടെ കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. അവർ ആ ഒരു ഒരു സ്വാന്തനം, ഒരു കണ്ണീന്ന് ഒരു കണ്ണില് ഒരു കണ്ണീരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ആ, ഒരു ഫിസിക്കൽ ടച്ചിന് അത്രയധികം നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, സമയത്തിനും. അപ്പൊ നമ്മൾ ഈ നമ്മുടെ നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നാക്കാൻ, ഇപ്പൊ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും നമ്മൾ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഈ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കാതെ തൊട്ടടുത്തൊക്കെ ഇരുന്ന് പതുക്കെ ആ കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞു ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക്. കാര്യം ആ ഒരു അത് മറക്കാൻ പറ്റൂല. കാര്യം ഈ ശരീരത്തിന് ഒരു റിമെമ്പറൻസ് ഉണ്ടെന്ന് പറയണം ശരീരത്തിന്. അതായത് നമ്മുടെ ഒരു ശരീരത്തിന് ഒരു മെമ്മറി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അതുകൊണ്ടാണ് ഈ പലപ്പോഴും പല തെറ്റായ രീതിയിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും അവര് ഒരു ഒരു പരിധി കഴിവ് ഇവർക്ക് തന്നെ നിർത്തണം എന്ന് തോന്നും. പിന്നെയും തിരിച്ച് വീണ്ടും ആ പഴയ ആളിലേക്ക് തന്നെ പോകാനായിട്ടുള്ള ചിന്ത വരുന്നതിന്റെ ഒരു കാര്യം വെച്ചാൽ ഇവൻ മനസ്സുകൊണ്ട് അറിയാം ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇനി ഇത് പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് അറിയാം. പക്ഷെ ശരീരം ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് പോകേണ്ട കാര്യം വെച്ചാൽ ഈ ശരീരങ്ങൾക്ക് തമ്മിൽ ഒരു 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 മെമ്മറി ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മുടെ, ഞാൻ പറഞ്ഞത് അതൊരു നെഗറ്റീവ് രീതിയിലാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അത് നമ്മൾ വളരെ പോസിറ്റീവ് രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ടച്ച് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ നമ്മൾ വളരെ സമയം കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും നമ്മൾ വിട്ടുപോകില്ല. നമുക്ക് എത്ര പ്രശ്നം വന്നാലും എത്ര സങ്കടം ഉണ്ടായാലും നമ്മുടെ പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അവര് നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് നിൽക്കും. രണ്ടാമതൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒരിക്കൽ കൂടെ പറയാം. യു ലവ് ഫസ്റ്റ്. നിങ്ങൾ അവരെ സ്നേഹിച്ചു കൊടുക്കുക. ആ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞ സ്ത്രീകളെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അവരോട് വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് നിനക്ക് സുഖമാണോ, എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്നലെ പോയിട്ട് എന്തായി, ഓ പിന്നെ ചെറിയ ചെറിയൊരു അപ്രീസിയേഷൻ. ഈ അപ്രീസിയേഷൻ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ജെന്യുവൻ അപ്രീസിയേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്ക്, ഭയങ്കര മാജിക് ആണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പൊ വൈഫ് ഒരു കറി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ എന്റെ വൈഫിന് പലരോടും പുറത്തു പോയി പറയും എന്റെ ഭാര്യയുടെ കറി ഏറ്റവും നല്ലതാണ്, ഏറ്റവും സൂപ്പറാണ്, പുറത്തൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഭാര്യ കറി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ എടി ഇന്നത്തെ കറി കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്നാ മറ്റേ വേറൊരു സ്ഥലത്ത് കറി ചിലപ്പോ പറയാം എടി ഇതിനകത്ത് കുറച്ചും കൂടി ഉപ്പിട്ടെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്നൊരു സാധനം ആണെങ്കിൽ അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ സൂപ്പറായിട്ടോ കറി. നിങ്ങളൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കി. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക കടന്നൽ കൂടുന്ന പോലെ ആൾക്കാർ കൂടും. ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ആരുടെ അടുത്തും പ്രയോഗിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്താവുന്ന ആൾക്കാരുണ്ടോ, അത് ആരാണെങ്കിലും, നിങ്ങളുടെ കൊളീഗ്സ് ആണെങ്കിലും, നിങ്ങളുടെ അമ്മായിമ്മയാണെങ്കിലും അമ്മായിപ്പനാണെങ്കിലും മക്കളാണെങ്കിലും, നിങ്ങളൊന്ന് വെറുതെ കുഞ്ഞ കാര്യങ്ങൾ കാണുമ്പോൾ പോലും ജെന്യുവൻ ആയിട്ട്, ഞാൻ പറയുന്നത് ഫേക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജെന്യുവൻ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കുക. ഒരു കുഞ്ഞ കാര്യം ചെയ്ത സമയത്ത് തന്നെ എടി ഇത് കൊള്ളാട്ടാ, അടിപൊളിയായിട്ട്, ഓ നീ 2 വരി എഴുതിയില്ലേ. നമ്മുടെ മക്കളൊക്കെ നല്ല, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അവർക്ക് 100 മാർക്ക് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവര് 80 മാർക്ക് കിട്ടില്ല, അടിപൊളിയായിട്ടാ, അടുത്ത പ്രാവശ്യം നീ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയേ. ആ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ അപ്രീസിയേഷന് വേണ്ടി കൊതിച്ചു നിൽക്കുന്നവരാണ്. ഈവൻ ഇത്രയും പ്രായത്തിൽ പോലും നമുക്കൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു രസമാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ബഷീർ സാറാണെങ്കിലും നമ്മുടെ അബ്ദുൾ റസാഖ് സാറാണെങ്കിലും ഇത്രയും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എങ്കിൽ പോലും ബഷീർ സാറെ
നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഇത്രയും പ്രായത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ഒന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് തോന്നുന്ന, ആ പറയുന്ന ഒരാളോട് തോന്നുന്ന ഒരു സ്നേഹവും കരുതലൊക്കെ ഉണ്ട്. കാര്യം നമുക്കത് കിട്ടിയിട്ടില്ല. ഏറ്റവും സ്കേഴ്സിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ അപ്രീസിയേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എന്തോരം അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്? നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ട് എത്ര നാളായി? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് എത്ര നാളായി? അപ്പൊ അങ്ങനെ എല്ലാവരുടെയും വരണ്ട ഭൂമിയിൽ നിങ്ങൾ നാളെ മുതൽ, അല്ലെങ്കിൽ എന്റെ ക്ലാസ് കേട്ട് ഇന്ന് മുതൽ നിങ്ങൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി നോക്കിയേ, ആളുകൾ നിങ്ങളെ ഇങ്ങനെ ഈച്ച പൊതിക്കുന്ന പോലെ പൊതി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരും. അതുപോലെ താങ്ക് യു, അപ്രീസിയേഷന്റെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്തു തരുമ്പോഴേക്കും താങ്ക് യു പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാ ഇനി നമുക്ക് ചെയ്തു തരണ്ട, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം കണ്ട, എടി നിന്റെ സാരി, ഓ ഇന്ന് ഇവിടുത്തെ സാരി അടിപൊളിയായിരുന്നു കേട്ടോ, എന്ത് രസമാണ്, ആ ഒരു നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നമ്മളത് അവർക്കും കൂടി തോന്നണം സത്യമാണെന്നുള്ളത്. അതില് അല്ലെങ്കിൽ ഇപ്പൊ സാരി ഭയങ്കര ബോറായിരിക്കും, ചിലപ്പോ അതിനകത്ത് അവളുടെ വാച്ചായിരിക്കും നല്ലത്. നമ്മൾ സാരിയെ കുറിച്ച് പറയണ്ട, ഇത് നിന്റെ വാച്ച് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മളൊരു ആളെ കാണുമ്പോൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ അല്ലെങ്കിൽ നീ ഇന്നത്തെ ഒരു നല്ല പുതിയ ഡ്രസ്സ് എടുത്ത് വരുമ്പോ, ഓ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട്, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കി നോക്കി, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മാറും. ഈ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് പതുക്കെ അവരെ കൈയും കൂടി ഒന്ന് പിടിക്കുക. നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരല്ല, വെറുതെ വളയ്ക്കാൻ വേണ്ടി നടന്നിട്ട് കൈ പിടിച്ച് ഇടികൊണ്ടാൻ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്കറിയാം കുഴപ്പമില്ല, കൈ പിടിച്ച കുഴപ്പമില്ലാതെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആ കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണ്ടി കൊള്ളാട്ടോ, നല്ലതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു പറയും, കുറെ നാളായിട്ട് ഫ്രണ്ട് ആയിരിക്കും, എടാ നിന്റെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയാണ്ടോ, നമ്മൾ ഇത്ര നാളായില്ല നമ്മൾ ഒരു ഫ്രണ്ടായിട്ട് പോകുന്നു, ഓ നീയൊക്കെ ലൈഫിൽ വന്നതിന് ശേഷം എന്ത് രസാടാ എന്ന് വെറുതെ പറഞ്ഞു നോക്കി, ഒരു നഷ്ടവുമില്ല നിങ്ങൾക്ക്, ഒരൊറ്റ രൂപയുടെ നഷ്ടവുമില്ല. അതുപോലെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ തോളത്തൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ് മനഃപൂർവ്വം കുറച്ച് ഏജ്ഡ് ആയ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സീനിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ടച്ച് ഒക്കെ കുറവായിരിക്കും. പക്ഷെ യു ഡു ദാറ്റ്. ആ ഒരു തലോടലിന് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. ആ ഒരു തലോടൽ നിങ്ങൾ ഒരുപാട്, എന്താ പറയാ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മീനിങ്സ് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ ഗഫൂറിന്റെ പുസ്തകത്തിൽ തന്നെ വായിച്ചൊരു വളരെ മനോഹരമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതിൽ ഒരു ഒരു എന്താ പറയാ, ഒരു മകൻ തളർന്നു കിടക്കാണ്. അവനാകെ ആശ്രയമുള്ളത് അവരുടെ ഉമ്മയും ആ, ഒരു പശു മാത്രമാണ്. കാരണം പശുവിനെ കറന്ന് ഉമ്മ പാല് വിൽക്കും, ആ പാല് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഇവർ ജീവിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ 2-3 സാമൂഹ്യ പ്രവർത്തകർ വീട്ടിൽ റെഗുലർ ആയിട്ട് പോകാൻ തുടങ്ങി. അതായത് എല്ലാ ആഴ്ചയിലും ഇവർ ചെല്ലും, ഇവന്റെ കൂടെ ഇരിക്കും, വർത്താനം പറയും, ഇവന്റെ കൈയൊക്കെ ചേർത്ത് പിടിക്കും. എന്തെങ്കിലും കാര്യം ഇവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ 1 മാസം 2 മാസമൊക്കെ സ്ഥിരമായിട്ട് ഇവർ ചെല്ലാൻ തുടങ്ങി കഴിഞ്ഞ ഒരു ദിവസം ഈ പയ്യൻ ഒരു കുപ്പി എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ട് കളഞ്ഞു. ഇവർ ചോദിച്ചു "ഇത് എന്താണ് ഈ കുപ്പി എന്താണ്?" ആദ്യം അവൻ പറഞ്ഞില്ല, പിന്നീട് അവൻ പറഞ്ഞു ഇത് വിഷമാണ്, വിഷം. എന്റെ തലയ്ക്കാൻ ഭാഗത്ത് വെച്ചേക്കവൻ. അവൻ പറഞ്ഞു ഈ വിഷം എന്തിനാന്ന് വെച്ചപ്പോ, എനിക്ക് ആശ്രയമുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പശു അമ്മയുമാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ എന്റെ ജീവിതം അവതാളത്തിലാവും. അങ്ങനെ എന്തെങ്കിലും പോകുന്നൊരു സമയത്ത് മരിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ച വിഷമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇനി ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾ കളഞ്ഞു. അതായത് ആ മനുഷ്യർ അവരുടെ വീടുകളിൽ ചെന്ന് തുടങ്ങിയതിന് ശേഷം അവന്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു, നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഈ പറയുന്ന മറ്റുള്ളവരോട് നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ വളരെ വലുതാണ്. ഞാൻ പലപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതലും ഞാൻ അങ്ങനെ ഫിസിക്കലി നേരിട്ട് പോകാറില്ല. കാര്യം ഞാൻ അല്ലാതെ കൊടുക്കാനാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. കാര്യം എനിക്ക് ഇവരുടെ സങ്കടങ്ങൾ നേരിട്ട് കാണാം, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ നാട്ടിലൊരു ഫാമിലി ഉണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ആ പയ്യൻ 35 വയസ്സിൽ അവൻ ആത്മഹത്യ ചെയ്തു, ഇവരുടെ കുട്ടിയുടെ അപ്പൻ. അതായത് ഇവരാദ്യം ഈ പയ്യനൊരു കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ച് 3 കുട്ടികളുണ്ടായി. 3 കുട്ടികളുണ്ടായ ശേഷം ആ കുട്ടികൾ ഇങ്ങനെ പറക്കമുറ്റാറായി എന്ന് പറയാൻ പറ്റില്ല. ഇളയ കുട്ടിക്ക് എത്ര 1 വയസ്സോ 2 വയസ്സോ ഉള്ള സമയത്ത് ഇവരുടെ അമ്മ ആ, ഒരു ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പൊ ഈ പയ്യൻ ആകെ സങ്കടത്തിലായി. ഈ പയ്യന്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടി 3 പിള്ളേരെ വളർത്തിയെടുക്കായിരുന്നു. അപ്പൊ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വേറെ പെൺകുട്ടീനെ സ്നേഹിച്ചു. ആ, അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കാര്യം ജീവിതത്തിൽ. ഇവനാണെങ്കിൽ ഒരു പാവപ്പെട്ട പയ്യൻ എന്ന് വെച്ചാൽ വളരെ നന്നായി ജോലി എടുക്കുന്ന
നന്നായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ നല്ല വീടൊക്കെ ഉണ്ട്. അങ്ങനെ വേറെ പെൺകുട്ടീനെ സ്നേഹിച്ചു. ആ കുട്ടിയായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. കുറെ കഴിഞ്ഞപ്പോൾ അവളും തേച്ചിട്ട് പോയി. അവളെ കല്യാണം കഴിച്ചില്ല, അതിക്കുമ്പോൾ തന്നെ അവൾ ഇട്ടിട്ട് പോയി. ഈ വിഷമം താങ്ങാൻ പറ്റാണ്ട് 35 വയസ്സുള്ളപ്പോ ഈ 3 പിള്ളേരെയും വയസ്സായ അച്ഛനമ്മേനെയും നിർത്തി ഇവൻ തൂങ്ങിച്ചെത്തു. ഇപ്പൊ 2 വർഷമായി മരിച്ചിട്ട്. എന്റെ അമ്മ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തെ ഒരു അവസ്ഥ കാണാം. കാര്യം അവർക്ക് ദൈവം അനുഗ്രഹിച്ച് കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ട്. 3 ചെറിയ പിള്ളേര്. മൂത്ത കുട്ടി എത്ര 3-ാം ക്ലാസ്സിലാണ്. ബാക്കി 2 ഇരട്ടകളാണ്, ഐറ്റിങ് 1-ാം ക്ലാസ്സിൽ. ഈ വയസ്സായ അച്ഛനമ്മയ്ക്കും പണിയെടുക്കാനില്ല. മീൻസ് അവർക്ക് തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ജീവിച്ചിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലായി. അപ്പൊ നമ്മൾ പതുക്കെ അവിടെ പോകാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും പൈസ ആയിട്ട് എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം പോയി എന്റെ വൈഫിനെയും കൊണ്ടുപോയി. അപ്പൊ വൈഫ് ഇതുപോലെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ നല്ല മേടിക്കുക. കുട്ടികൾ മോളെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓണമായിരുന്നു. അപ്പൊ അവരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു. ഇപ്പൊ ഈ 2 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും രസം വെച്ചാൽ വൈഫ് ചെന്നിരിക്കുമ്പോഴേക്കും ഈ 3 പിള്ളേർ വന്ന് അങ്ങോട്ട് അടുത്തിരിക്കും. അവരിങ്ങനെ ചേർന്നിരിക്കും, ഇങ്ങനെ വളരെ കെട്ടിപ്പിടിച്ച് ചേർന്നൊക്കെ ഇരിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോ നിങ്ങളെ ഇടയ്ക്ക് വന്നട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് പൈസയ്ക്ക് വന്നു. അപ്പൊ പുള്ളി എടുത്ത വഴി അത് കുടിച്ചെടുത്തു. പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ കുട്ടികളിടയ്ക്ക് ചോദിക്കും നിങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു വൈഫ് ചെന്ന് അവരെ ആ ചെറിയ പിള്ളേർക്ക്, അവർക്ക് അമ്മയില്ലാത്തൊരു കുട്ടികളാണ്. അപ്പൊ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കുട്ടി മടിയിലിരിക്കുന്നു, സൈഡിലിരിക്കുന്നു, അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഒരു നമ്മൾ പൈസയോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കൊടുത്ത കിട്ടാത്തതിനേക്കാൾ വലിയൊരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരില് ഇങ്ങനെ ആരുമില്ലാത്തവർക്കൊക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് തലോടാനൊക്കെ പറ്റിക്കഴിഞ്ഞാല് ഭയങ്കര ഒരു എന്താ പറയാ, ലൈഫിൽ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളത് എത്ര ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കത് കിട്ടത്തില്ല. കാരണം അതിന്റെ ഒരു കാര്യം വെച്ചാല് ഇതൊരു ഒരു ഒരു ലൈഫില് നമുക്കുണ്ടാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്ന അത്രയും സന്തോഷം വേറെ കിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു പാരന്റിങ്ങിൽ എനിക്ക് ഇത് അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ വായിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ഇളയ മോള് ഇപ്പൊ എത്രയാ, 5-ല്, അല്ല ഇളയ മോള് ഇപ്പൊ 5-ാം ക്ലാസ്സിലായി. അപ്പം ഞാനിപ്പോഴും അവരെ വെറുതെ കാണുമ്പോ വെറുതെ ഉപദ്രവിക്കാന്നുള്ള രീതിയിൽ തന്നെ കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ ഒരു കടി കൊടുക്കും, ചിലപ്പോ എന്താ പറയാ മടിയിൽ കയറ്റിയിരുത്തും. അപ്പം പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും അപ്പൊ ഇളയവന്റെ ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നേരെ തമാശയിൽ കൊഞ്ചനം കാണിച്ചിട്ട് പോകണം. അപ്പം ജെൻലയുടെ ഫ്രണ്ടിൽ നിന്ന് കാര്യം ഞാൻ അവരെ പിടിച്ച് അവരുടെ ഇടി കൂടും. അപ്പൊ നമ്മൾ ഇതുകൊണ്ടൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടച്ചുള്ളവർ ഒരിക്കലും വേറെ പോകില്ല. നമ്മൾ പലപ്പോഴും പിള്ളേരെ നമ്മൾ കുറ്റം പറയാറുണ്ട്, എന്റെ മോൻ നശിച്ചു പോയി, വേറെ പെണ്ണിന്റെ കൂടെ പോയി അല്ലെങ്കിൽ ആണിന്റെ കൂടെ പോയി എന്നൊക്കെ. അപ്പം ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട്, അച്ഛന്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന ഒരു കുട്ടിയും വേറൊരുത്തിന്റെ അടുത്തും പോവില്ല എന്ന് പറയുന്നത്. അങ്ങനെ അച്ഛന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് വളർന്ന ഒരു മോളും വേറൊരു പയ്യനെ തേടി പോവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതിലൊക്കെ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പലർക്കും ഡിഫറെന്റ് അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ സ്പർശവും ഇതും അവർക്ക് ഭയങ്കര അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഒരു ബ്രദറിഹുഡ് ആയിട്ടൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഈ ഒരു കണക്ക് ഞാൻ കണ്ടെത്തിയ ഒരു കണക്കാണ്. നിങ്ങള് ഇത് സത്യമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു സയന്റിഫിക് ഡാറ്റയാണെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക. ഈ സ്നേഹബന്ധത്തിലൊക്കെ പെട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്ന കുട്ടികളില് ഭൂരിഭാഗം പേരും, ഞാനതൊരു ഒരു എന്താ പറയാ ഒരു ഫാക്റ്റായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ കണ്ടപ്പോ ഒരു കാര്യമാണ്. നിങ്ങൾക്കും അത് ഒബ്സർവ് ചെയ്ത് നോക്കാം. കൂടുതൽ പേരും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഒന്നില്ലെങ്കിൽ അവർക്ക് ബ്രദേഴ്സ് കുറവല്ല ഉണ്ടാവില്ല, ചിലപ്പോൾ 2 പെൺകുട്ടികൾ മാത്രമുള്ളതായിരിക്കും. രണ്ടാമത്തെ ഒരു കേസിൽ വെച്ചാൽ അച്ഛൻ, ഈ ബ്രദേഴ്സും ഉണ്ടാവില്ല, അച്ഛനും ഗൾഫിലാണെങ്കിൽ ആ പെൺകുട്ടികള് ഒരു മറ്റൊരാളായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലേക്ക് പ്രേമത്തിലേക്ക് ചെന്നപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഞാൻ അങ്ങനെ ഉള്ളവരെല്ലാവരും അങ്ങനെ പോവും എന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ ഇവരാരും സ്നേഹിക്കാൻ പോണത് ഒരു സെക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാമുകനെ തേടി പോകുന്നതല്ല. ഒരു സൈക്കോളജി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടികൾക്ക് അവരുടെ ഒരു കൗമാര പ്രായത്തിലേക്ക്, ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്തൊക്കെ അവർക്ക് ആവശ്യം അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ കൊണ്ടുനടക്കുന്ന ഒരു ബ്രദറിനെയാണ് അവർക്ക് താല്പര്യം. അപ്പൊ അത് ചില സമയത്ത് അത് പാരന്റ്സ്, ഇപ്പൊ ഈവൻ ബ്രദേഴ്സ് ഇല്ലെങ്കിൽ പോലും
ഈ ആങ്ങളമാര് അച്ഛന്മാര് ആ റോള് നന്നായിട്ട് ചെയ്യും. അതല്ലെങ്കിൽ എന്താ പറയാ, ബ്രദേഴ്സ് ടേക്ക് കെയർ ചെയ്യും. അപ്പൊ ആങ്ങളമാരുടെ കൂടെ അവർക്ക് എന്ത് ആവശ്യത്തിനും എവിടെയും നെഞ്ചു വിരിച്ച് ഇറങ്ങി പോകാനായിട്ടുള്ള കൂട്ടുള്ള ഒരു ആങ്ങളമാരുള്ള പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ പോവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ഇത് രണ്ടും ഇല്ലാതെ ആണ് അവര് പലപ്പോഴും ഏതെങ്കിലും ഒരു ചെക്കനെ കാണുമ്പോൾ അവള് ശരിക്കും ആ പയ്യനിൽ തേടുന്നത് അവന്റെ ഒരു ബ്രദർ തന്നെയാണ്. പക്ഷെ ചെക്കന്മാരുടെ സ്വഭാവം അറിയാലോ, അവന്മാർ ആദ്യം തന്നെ ഈ ബ്രദറിനെ സ്നേഹവും കെയറൊക്കെ കൊടുത്തിട്ട് ഇവന്മാർ ഇതിനകത്തേക്ക് സെക്സിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ പലപ്പോഴും പല പെൺകുട്ടികളും പല അബദ്ധത്തിലൊക്കെ ചെന്ന് വീഴുന്നതെന്ന് വെച്ചാല്. പക്ഷെ അവൾക്ക് ഇത് നിഷേധിക്കാനും പറ്റൂല. കാര്യം ഇവന്റെ കെയറും സ്നേഹവും അവൾക്ക് വേണം. സെക്സ് എന്ന് പറയുന്ന സാധനം കൊടുത്തില്ലെങ്കിൽ ഇവൻ തിരിച്ചത് കൊടുക്കുകയില്ല. അങ്ങനെ അവരൊരു പ്രത്യേക ട്രാപ്പിൽപ്പെടുത്തി വീഴ്ത്തുന്നതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പെൺകുട്ടികൾ അത്രയും കുറ്റം പറയാറില്ല. അതിന്റെ ഒരു റീസൺ ഇതാണ്. കാരണം അവരുടെ നീഡിനെ വളരെ എന്താ പറയാ, സമർത്ഥമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ ഒരു ശരീരത്തിന്റെ ഒരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കണ്ടെത്തിക്കുന്നത് പലപ്പോഴും ആൺകുട്ടികൾ തന്നെയാണ്. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ടച്ചും കെയറൊക്കെ അവർക്ക് താല്പര്യമാണ്. അപ്പൊ അതൊരു വേറൊരാളിൽ നിന്ന് ഒരു അന്യപുരുഷൻ നാം അതൊരു ബാഡ് ടച്ച് ആവുന്നു. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതും ഹോൾഡ് ചെയ്യുന്ന ടച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ഗുഡ് ടച്ച് ആണ്. കാര്യം അത് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഗുഡ് ടച്ച് കിട്ടാണ്ടായി കഴിയുമ്പോൾ പിള്ളേരെ എന്ത് ചെയ്യും? പുറത്തുനിന്നുള്ള ഗുഡ് ടച്ച് ആണെന്ന് വിചാരിച്ച് അവർക്ക് കിട്ടുന്ന മുഴുവനും ബാഡ് ടച്ച് ആവും. അങ്ങനെയാണ് പലപ്പോഴും പലരും വഴിതെറ്റി പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കാനായിട്ട് നമ്മൾ എത്ര സമ്പത്തിന് വേണ്ടി ഓടി നടന്നാൽ പോലും ആ സമ്പത്തിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങളായിരിക്കും, നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ പണമല്ല കൊടുക്കേണ്ടത്, കുറച്ച് സമയം വേണം. പണം വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ സമയവും കെയറും നിങ്ങളുടെ നല്ല വേർഡ്സും അപ്രിസിയേഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ചേർന്ന് എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കും. രണ്ട്, നമ്മൾ കൊടുക്കേണ്ട ടച്ച് നമ്മൾ തന്നെ കൊടുക്കണം. അല്ലാത്തത് പുറമേ നിന്ന് കിട്ടുമോ അതൊരു ബാഡ് ടച്ച് ആയിട്ട് മാറും. അപ്പോ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു വാക്ക് കടമെടുത്തു കഴിഞ്ഞാല് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മറ്റുള്ളവർ പറയാൻ പറ്റണം, ജനിച്ചതിന് നന്ദി. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചതിന് നന്ദി. കാര്യം നിങ്ങൾ ജനിച്ചുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയത്. അങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇപ്പൊ പറയുകയാണെങ്കിൽ റസാക്കെ, റോസ്ലിൻ, മണി, ഷീജ, ബഷീറെ, ഉണ്ണികൃഷ്ണ, മേഘെ, നീക്ക് ജനിച്ചതിന് നന്ദി എന്ന് പറയാനുള്ള എത്ര പേരുണ്ട് എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി, നമ്മുടെ ജീവിതം ഒരു 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 സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണത്തിന്റെ സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. താങ്ക് യു സാർ. താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഫീഡ്ബാക്ക് സെഷനാണ്. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറ്റു ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ ഗുഡ് മോർണിംഗ്. നല്ല ഹൃദയസ്പർശമായിട്ടുള്ള ഒരു ഒരു ക്ലാസ് ആയിരുന്നു. സത്യത്തിൽ അത് ലയിച്ചിരിക്കുകയായിരുന്നു. ശരിയാ, ഈ ടച്ചിങ്ങിന് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. ഞാൻ ഈ നഴ്സറിയിലല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്തുനിന്ന് മാറില്ല, ഇങ്ങനെ കരഞ്ഞു വിളിച്ചോണ്ട് വരും. അവരെ ഒന്നെടുത്ത് മടിയിരുത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ 2 ദിവസം കരഞ്ഞിട്ട് 3ന്റെ അന്ന് തൊട്ട് ടീച്ചറേന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിക്കുമ്പോൾ നമുക്ക് അതാ എൻ്റെ രീതി. അതാ കുഞ്ഞു മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ഉമ്മ വയ്ക്കുക, കൊണ്ട് നടക്കുക. 2 ദിവസം കഴിയുമ്പോൾ അവരെന്റെ വാലായിക്കോളും. അത് എനിക്ക് ഏറ്റവും പ്രയാസം ഉണ്ടായ ഒരു സംഭവം ഇതുപോലെ ഞാൻ കൊണ്ടുവന്നു. 3 വർഷം എൻ്റെ ഒപ്പം ഞാൻ ഇങ്ങനെ നഴ്സറിയിൽ എൻ്റെ വാലായിട്ട് നടന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിന് എല്ലാത്തിനും A+ വാങ്ങിച്ച് ടീച്ചറെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഓടി വന്നപ്പോൾ ഞാൻ അവനിങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നെറ്റി കൊടുത്തു. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ടീച്ചർമാരെ എന്നെ അവസാനം കളിയാക്കി. എന്താ വളർന്നടുത്ത് വന്നപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം തോന്നി. അവർക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ പറ്റിയെന്ന്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മകൻ തന്നെ വളർന്നു കഴിയുമ്പോൾ ഒന്ന് അവനെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. പിന്നെ അച്ഛനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് മനസ്സിലാഗ്രഹം കാണും പെൺമക്കളെ. ഒരു പരുവം കഴിയുമ്പോൾ അവരും പഠിക്കുന്ന അതുകൊണ്ടാവും. പക്ഷെ നല്ലൊരു ക്ലാസ്സാണ്. എനിക്ക് അമ്മയെ ഇഷ്ടമെന്ന് പറഞ്ഞത് കുറെ കാലം കഴിഞ്ഞ് എനിക്ക് അമ്മയെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്ന് ധൈര്യത്തിൽ കെട്ടിപ്പിടിക്കാൻ, എന്നെ ഒന്ന് ഉമ്മ വയ്ക്കാനൊക്കെ എൻ്റെ അമ്മ തന്നതുപോലെ മക്കള് പോലും അകന്ന് നിന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് അമ്മ എപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്.
പിന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാനും പറ്റുള്ളൂ. നമുക്ക് വേദന തരുന്നവർ അത്രയും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാ. അതുകൊണ്ട് ആ സ്നേഹത്തെ ഭയപ്പെട്ട് തുടങ്ങിയ ഒരു കാലഘട്ടം കൂടി ആയത്. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാജിക് മോർണിംഗ് പോസ്റ്റിൻ സാർ. മാജിക് മോർണിംഗ്. നമസ്കാരം. നല്ലൊരു ക്ലാസ്. സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കേണ്ട ആളുകള് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതുപോലെ പാരന്റ്സ്, മക്കള്, ഫ്രണ്ട്സ്, അവർക്ക് കൊടുക്കുന്നത് സ്നേഹം എങ്ങനത്തെ സ്നേഹമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കും അതുപോലൊരു അവയർനെസ് വേണം. സംഭവം സത്യമാണ്. കാര്യം ഇപ്പൊ വീട്ടില്, എന്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ, നമ്മളിപ്പോ എണീക്ക് അച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീക്കുള്ളൂ. അത്രയും എന്താണ് അച്ഛനായിട്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ ആയിരുന്നു. നമ്മള് അടുത്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അതുപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ടൊന്ന് അടുത്ത് വന്നിട്ടൊന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ ദേഹത്ത് ആരും തൊടുന്നത് ഇഷ്ടമല്ല. അപ്പൊ അമ്മ അങ്ങനെ മാറ്റി അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ അമ്മന്നെ പറയും, എല്ലാവർക്കും എല്ലാവരും അച്ഛന്റെ മക്കളാ, എനിക്ക് ആരുമില്ല എന്നുള്ളത് പറയും അന്ന് കേട്ടോ. പക്ഷെ ഇപ്പൊ പിന്നെ വയസ്സായി, ഇപ്പൊ അങ്ങനെ ഇതാകുമ്പോ നമ്മൾ നേരെ തിരിച്ചത് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പൊ മോൾക്ക് എന്ത് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ പറയണം. എന്നോടും ഏട്ടനോടും പറഞ്ഞാൽ അവൾക്ക് ഹോസ്റ്റലിൽ നിന്നായാലും അവിടുന്ന് വിളിച്ചു പറയും. ഈവൻ മാർക്ക് കുറഞ്ഞാലും അടക്കം വിളിച്ചു പറയും, ഇന്ന് ഇത്ര എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നത് ഞങ്ങളോടാ. ഇവിടെ വന്നാലും അതെ, അമ്മയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്നൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കിടന്ന അവൾക്കൊരു ആശ്വാസമാണ്. അതേപോലെ തന്നെ ഇപ്പൊ മോനായാലും അതെ, അവരെന്താ വെച്ചാൽ അവര് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് മക്കളും, ഇപ്പൊ മൂത്ത ആൾക്ക് 20 വയസ്സായി, ചെറിയ ആള് ഇപ്പൊ +1 ആണ് മോൻ. അവര് പറയാ ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജീവിതം കണ്ടിട്ടാ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത്. മോള് ഇപ്പോഴും പറയാ എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയാൽ മതി എന്നാ. എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്താണോ അവരത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അവൻ വന്നിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ചിലപ്പോ പറയും, അഭികുട്ട അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് നീ കിടക്കുന്നൊക്കെ പറഞ്ഞു. സോറി അച്ഛാ, സോറി കേട്ടോ, ഈ ഒരു കാര്യത്തിൽ അച്ഛൻ കിടക്കരുത്, നീ എന്റെ അമ്മയുടെ അടുത്താ കിടക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കിടക്കും. കുറച്ചു നേരം ഒന്ന് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊന്ന് കിടക്കും. എന്താ വെച്ചാൽ നമ്മള് സാറ് പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന, ചീത്ത പറയും, അടി കിട്ടിയിട്ടുണ്ട്, മര്യാദയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് വലുതായതിനു ശേഷമാണ് ഞാൻ അടിക്കാത്തുള്ളൂ. നല്ല അടി കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. കുറുമ്പിനും അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞതിനൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പാരന്റിങ്ങിന്റെ ക്ലാസ് ഒക്കെ ബിമാജിക്കിൽ കേട്ടതിന് ശേഷമാണ് ഞാനൊന്ന് നിർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് റീത മാം സൗണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. സോറി, പെട്ടെന്ന് കട്ടായി പോയി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ, വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബിമാജിക്കിലെ ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അടുത്ത ആരാണ്? ഓക്കെ, നമുക്ക് സമയം കുറെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പറയാം. അഭിനന്ദനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അഭിനന്ദനം കിട്ടിയപ്പോഴേ അങ്ങോട്ട് ഉയർന്നു പൊന്തിയ ഒരാളാണ്. അതേപോലെ തന്നെ ടച്ചിങ്ങിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ. അവർക്ക് ടച്ചിന്റെ കുറവായിരുന്നു. അത് എനിക്ക് മനസ്സിലായി, ടച്ചിന്റെ കുറവാണ്. അവരെ ഞാൻ ടച്ച് ചെയ്തു, സുഖമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബാഡ് ടച്ച് അല്ല, അത് ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടിയല്ല, എന്നാൽ ചെറിയ കുട്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ്. ഞാൻ അവരെ വീഡിയോ എടുത്തിന്. ആ കുട്ടി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ടച്ചിന്റെ പ്രശ്നമാണെന്നുള്ളത്. അവരോട് ചോദിച്ചു ഞാൻ, അച്ഛന് ജോലിയാണ്, അമ്മക്കും ജോലിയാണ്. പിന്നുള്ളത് അവര് വല്യമ്മ, അതായത് അച്ഛന്റെ അമ്മയാണുള്ളത്. അപ്പൊ അവർക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് ആവശ്യം വന്നു. ഫസ്റ്റില് വന്നപ്പോ ഉള്ള വീഡിയോ, പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. അപ്പോ ഞാനത് വീഡിയോ എടുത്ത് കുട്ടി വീഡിയോ എടുത്തതിനാണ്. കാരണം എനിക്കറിയാം ഇത് ഇന്ന അസുഖമാണ്, ഇന്ന ചെയ്താൽ മാറും എന്നുള്ളത് എനിക്കറിയുന്നത് വീഡിയോ എടുത്തതിന്. എന്തായാലും അത് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വിഷയം തന്നെയാണ്.
അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മേഘ പറഞ്ഞതുപോലെ കേട്ടിരിക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. ഈ ലോകം മുഴുക്കം നമുക്കെതിരായാലും സാറേ ഒരൊറ്റ ഒരാൾ മതി നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട്. നമുക്കതൊരു പ്രചോദനവും ആത്മവിശ്വാസവും തരും ജീവിക്കാനായിട്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഷാമില. താങ്ക്സ് എല്ലാം. ശ്രീഷ്മ നമുക്ക് നിർത്തിയാലോ? വേറെ ആരില്ലെങ്കിൽ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലേ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഒരു പേരന്റിങ്ങിലെങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള കാര്യവും ഒത്തിരി മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു ക്ലാസ്. ഹാപ്പി ഓണം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ഷീല. താങ്ക്സ് എല്ലാം. മാജിക് ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഇന്ന് ആവശ്യമുള്ളത് ഈ ടച്ചിങ് ആണ്. കാരണം ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പം ഈ ക്ലാസ്സിലൂടെ നമുക്കത് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ഈ ഇന്നത്തെ വിഷയത്തിൽ. കാരണം അതൊന്ന് ആർക്കും ടൈമില്ലാത്തൊരു കാലമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമില്ലാത്ത. അപ്പൊ ഇതില് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത് എന്താന്ന്, ഇത്രയും കാര്യങ്ങൾ കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഈ സാറിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. താങ്ക് യു. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു വെരി മച്ച്. ക്ലാസ് നന്നായിരുന്നു. അതുപോലെ തന്നെ പാട്ടും നന്നായി. ഞാൻ താങ്ക് യു. കോൾഡ് ഉള്ളതിനെ കൊണ്ട് ഞാനൊന്ന് ഓണാക്കിയില്ല. അതാ സാർ എന്താ ഹോസ്പിറ്റലില് എന്തോ ബൈസ്റ്റാൻഡർ ആയിരുന്നു, അതൊക്കെ മാറിയോ? അത് ശരിയായി സാർ. ഓക്കെ ഓക്കെ. ശരിയായി. ശരി സാർ. താങ്ക് യു സാർ. നന്നായി. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ആണ് സാർ. ഹാപ്പി ആണ്. താങ്ക് യു ഹോസ്റ്റൻ സാർ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വേണ്ടി നല്ലൊരു സെഷൻ എടുത്തു തന്നതിന് എല്ലാവരും ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. സന്തോഷമായ ഓണം. താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ക്വസ്റ്റ്യൻ സാർ. താങ്ക് യു. ഹാപ്പി ഓണം ടു എവരിബഡി.